ചില ആളുകൾ ഇങ്ങനെ പുഷപ്സ് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര റോങ് ആണ്. കാരണം കറക്റ്റ് ഫോമിൽ ചെയ്യേണ്ട പുഷപ്സ് ഇങ്ങനെയാണ്. വൺ ഇറ്റ്സ് ഗുഡ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് പുഷപ്സ് ചെയ്യേണ്ടത്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് കറക്റ്റ് വേ പുഷപ്സ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതോ ഇനി പുഷപ്സ് ചെയ്യുമ്പോൾ ബ്രീത്ത് എങ്ങനെയാണ് എടുക്കേണ്ടത്, അതേപോലെ പുറത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ചെയ്യുന്ന പുഷപ്സ് റോങ് ആണെങ്കിൽ ബാക്കിനൊക്കെ ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. ഇനി പുഷപ്സ് ഏതൊക്കെ മസിലിനാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നതെന്നും കൂടി ഒക്കെ നോക്കാം. കൂടെയുള്ളത് മിമിയാണ്. ആള് നൈജീരിയക്കാരിയാണ്, ഇവിടുത്തെ ഒരു ജിം ട്രെയിനറാണ്. ഓക്കെ, നമ്മൾ ആദ്യം എങ്ങനെയാണ് പ്രോപ്പർ പുഷപ്സ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. കറക്റ്റ് ഫോമിൽ ചെയ്യേണ്ട പുഷപ്സ് ഇങ്ങനെയാണ്. വൺ ഇറ്റ്സ് ഗുഡ്. 2 3 4 5. ഓക്കെ, സ്റ്റോപ്പ്. ഇതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന പുഷപ്സ്. ഓക്കെ, സ്റ്റാൻഡ്. താങ്ക് യു. ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് പുഷപ്സ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പൊസിഷൻസ് ഞാൻ കാണിച്ചു തരാം. ഐ വിൽ ജസ്റ്റ് ഷോയിങ് ദ പൊസിഷൻസ് ഓൾസോ. നമ്മൾ പുഷപ്സ് ചെയ്യുമ്പോൾ നമ്മളുടെ ഷോൾഡറിനേക്കാൾ കുറച്ച് ദൂരമായിട്ട് നോർമൽ പുഷപ്സ്. കാരണം പുഷപ്സിൽ തന്നെ കുറേ പൊസിഷൻസ് ഉണ്ട്, അതായത് വേരിയേഷൻസ് ഉണ്ട്. ഇൻ കേസ് നമ്മളിപ്പോൾ സൂപ്പർമാൻ പുഷപ്സ്, അതേപോലെ ട്രിപ്പിൾ ക്ലാപ്പ് പുഷപ്സ്, അങ്ങനെ കുറേ പൊസിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈ ഇന്ന ഷേപ്പിൽ വെക്കണമെന്നില്ല. നോർമലായിട്ട് റെഗുലർ പുഷപ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഷോൾഡർ ലെവലിൽ കൈ വെക്കാം, അല്ലെങ്കിൽ ഷോൾഡറിനേക്കാൾ കുറച്ച് ദൂരം വെക്കാം. ഇതിൻ്റെ രണ്ട് കൈയും ഫ്രണ്ടിലോട്ടായിരിക്കണം. ഈ ബൈസെപ്സും ഈ ആംഗിളിൽ വരുന്ന പോലെ ചെയ്യണം. എൽബോ ഒരിക്കലും ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇത് റോങ് ആണ്. കാരണം ഷോൾഡറിനും അതേപോലെ എൽബോക്കൊക്കെ കുറേ സമയമാകുമ്പോൾ ഇഞ്ചുറീസ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ എൽബോ ശരിക്കും ഈ ഒരു ആംഗിളിലോട്ട് പോകാം. നമ്മളിങ്ങനെ കൈവച്ചു, ബൈസെപ്സ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നു. കാല് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്ലോസ് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ച് മീഡിയം ടൈപ്പ് ആക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നതിന് ശേഷം താഴോട്ട് ഈ എൽബോ കറക്റ്റ് ബെൻഡ് ചെയ്തിട്ട് താഴോട്ട് പോകണം. ഇങ്ങനെ താഴെ നോക്കിയിട്ടും ചെയ്യാം, ഫ്രണ്ട് നോക്കിയിട്ടും ചെയ്യാം. ഫ്രണ്ട് നോക്കിയിട്ട് ചെയ്യുന്നത് കുറച്ച് ഹാർഡായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ബിഗിനേഴ്സിന് ചെയ്യേണ്ട പുഷപ്സും കൂടി കാണിച്ചു തരുന്നതായിരിക്കും. ഇങ്ങനെ കൈവച്ചു, ബൈസെപ്സ് ഇങ്ങനെ ഈ ഒരു ചെറിയ ക്രോസ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് തിരിച്ചാലും കുഴപ്പമില്ല. എൽബോൻ്റെ പൊസിഷന് കറക്റ്റ് ഈ ഒരു പൊസിഷനിലേക്ക് പോകാം. കാല് ഞാനിപ്പോൾ ഒരു മീഡിയം ലെവലിൽ കാണിക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് താഴോട്ട്, ചെസ്റ്റ് ഫുള്ള് താഴോട്ടായി, അതേപോലെ മേലോട്ട്. ഇനി റോങ് ആയിട്ട് ചെയ്യുന്ന പുഷപ്സ് എങ്ങനെയാണെന്നും ബ്രീത്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടി കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന നിങ്ങൾക്ക് പുഷപ്സ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ, ഓക്കെ സ്റ്റാർട്ട്. പുഷപ്സ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ നീസ്, അതായത് മുട്ട് നിലത്ത് കുത്തിക്കൊണ്ട്, ഓക്കെ സ്റ്റാർട്ട്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് കുറേ കൂടി ഈസിയാണ്. കാരണം നമ്മളുടെ അധികം പവർ നമ്മൾ മുട്ടിലോട്ട് കൊടുത്തു, ഫുൾ ബോഡി കയ്യിലല്ല ഇപ്പോൾ വരുന്നുള്ളത്. അതുകൊണ്ട് ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതുപോലെ മുട്ട് കുത്തിക്കൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. ഡെയിലി ട്രൈ ചെയ്തിട്ട് ഒരു 10 ദിവസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതില്ലാണ്ട്, അതായത് മുട്ട് കുത്താണ്ട് നോർമൽ പുഷപ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതുപോലെ മുട്ട് കുത്തിക്കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഈസി. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഇമ്പ്രൂവ് ആയതിനു ശേഷം നമുക്ക് ജസ്റ്റ് റെഗുലർ പുഷപ്സിലേക്ക് പോകാം. ഇനി ബ്രീത്തിൻ്റെ കാര്യങ്ങൾ കൂടി പറയാം. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്ന ഭാഗത്തായിരിക്കണം ബ്രീത്ത് പുറത്തോട്ട് വിടുന്നത്. അതിനിപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ താഴോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ മൂക്കിൽ ശ്വാസം എടുക്കാം. പുറത്തേക്ക് വിടേണ്ടത് തിരിച്ചു വരുമ്പോഴാണ്. കാരണം നമുക്ക് സ്ട്രെയിൻ വരുന്നത് തിരിച്ചു വരുമ്പോഴായിരിക്കും. താഴോട്ട് പോകാൻ അത്ര സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമില്ല, സിമ്പിളായിട്ട് പോവും. തിരിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഒരു പുഷ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈ പൊസിഷനിലാണ് നമ്മൾ ശ്വാസം വായിൽ കൂടി പുറത്തു വിടാം. താഴെ പോകുമ്പോൾ മൂക്കിൽ ശ്വാസം മേലോട്ടെടുത്താൽ മതി. ഇതാണ് ബ്രീത്തിങ് മെത്തേഡ്. ഇനിയിപ്പോൾ റോങ് ആയിട്ട് ചെയ്യുന്ന കുറച്ച് പുഷപ്സ് ഉണ്ട്, അതെങ്ങനെയാണെന്നും കൂടി നോക്കാം. ചില ആളുകൾ ഇങ്ങനെ പുഷപ്സ് ചെയ്യുന്നുണ്ട്. വൺ, ഇത് ഭയങ്കര റോങ് ആണ്. കാരണം നമ്മളുടെ ബാക്കിന് ഇഞ്ചുറി വരും. ബാക്ക്, അതായത് അപ്പർ ബോഡി പൊങ്ങിയിട്ട് ബാക്ക് താഴോട്ടായിട്ടുള്ള പുഷപ്സ് റോങ് ആണ്. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഓക്കെ, ക്യാൻ യു ഷോ ദ, ഗുഡ്. ഇത് രണ്ടാമത്തെ റോങ് ആണ്. കാരണം ബട്ടക്സ് മേലോട്ട് പൊക്കിയിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗം മാത്രം താഴോട്ട്. ഇത് എളുപ്പമാണ്, പക്ഷേ ഇത് പ്രോപ്പർ ഫോം അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ ഷോൾഡറിനൊക്കെ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള പുഷപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സ്റ്റോപ്പ്. ഇനി നമ്മൾ ശരിയായ രീതിയിൽ എങ്ങനെ പുഷപ്സ് ചെയ്യേണ്ടതെന്ന് മിമി കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. 1 സൂപ്പർ, 2 3 4 5 സൂപ്പർ. യെസ്, സൂപ്പർ. ഇതാണ് പ്രോപ്പർ വേ. യെസ്, സ്റ്റോപ്പ്. താങ്ക് യു.
ഇന്ന് നമ്മൾ ചെയ്തത് പ്രോപ്പർ പുഷപ്സ് ആണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് നമ്മൾ ജിമ്മിലൊന്നും പോകാത്ത ആളുകൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ചെസ്റ്റിനും അതേപോലെ ട്രൈസെപ്സിനും ആയിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. അതേപോലെ ഷോൾഡറിനാണെങ്കിലും ബാക്കിനും അതേപോലെ കോറിനും ചെറിയ രീതിയിൽ എഫക്റ്റീവ് ആണ്. ഷോൾഡറിന് കൂടുതൽ എഫക്റ്റീവ് ആണ്. അപ്പോൾ ഈ മസിൽസൊക്കെയാണ് മെയിനായിട്ട് ആക്റ്റീവ് ആവുന്നത്. അതേപോലെ ബൈസെപ്സിനും വിങ്സിനും ഒന്നും ഈ വർക്കൗട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഫുൾ ഡേയിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടുകളായിരിക്കും. അപ്പോൾ ഡു യു നോ സം മലയാളം? Malayalam is from Kerala. It's a state in India. You're from Kerala, so you can say something. Yeah, it's okay. Okay. Namaste. Oh, that's a greetings from India. Yeah. അപ്പോൾ നമ്മളുടെ ഒരു കോംപ്ലിമെൻ്റ് ഉണ്ട്. കരാട്ടെ ആൻഡ് ഫിറ്റ്നസ് ട്യൂട്ടോറിയലിൻ്റെ ഒരു ടീഷർട്ട് പുള്ളിക്കാരിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് അവർ കോംപ്ലിമെൻറ്റ്സ്. ഓക്കെ, താങ്ക് യു ഫോർ കോപ്പറേറ്റിംഗ് അവർ വീഡിയോസ്. ഓക്കെ, വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ. സെറ്റ്.